ഹായ് ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു പുതിയ സംരംഭമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഞാനിന്ന് നമുക്കൊക്കെ ഈ വളങ്ങളും, അതായത് കമ്പോസ്റ്റ് വളങ്ങളും അതേപോലെ തന്നെ ചാണകപ്പൊടി, ഇതെല്ലാം കന്നുകാലിയൊന്നും ഇല്ലാത്തവരൊക്കെ ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കണ്ടേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ഇടുന്നത്. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ മാത്രം മതി നമുക്ക് ഇഷ്ടംപോലെ വളമുണ്ടാക്കാൻ. നമുക്കൊരു മരം ഉണ്ടെന്നൊരിക്കുക, ആ മരത്തിൻ്റെ ചുവട്ടിൽ എങ്ങനെയായാലും കരിയില കാണും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മൾ അടുക്കളയിൽ ഇരുന്ന പച്ചക്കറി സാധനങ്ങളുടെ വേസ്റ്റുകളല്ലാതെ വെന്ത സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. വെന്ത സാധനം ഇതിനകത്ത് ഇടരുത്. അല്ലാത്ത സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്കിന്നൊരു സൂപ്പർ വളമുണ്ടാക്കാൻ സാധിക്കുക. എല്ലാവരും പറയുമ്പോൾ അമ്മച്ചിയുടെ ചേച്ചിയുടെ ചെടികളെല്ലാം നല്ല ഹെൽത്തി ആണല്ലോ എന്ന് എല്ലാവരും പറയലുണ്ട്. ഞാൻ കൊടുക്കുന്ന ചെടികളും നല്ല ഹെൽത്തി ചെടികളാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഹെൽത്തി ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ അവർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ഇതൊക്കെ മിക്സ് ചെയ്താണ് ഞാൻ നടുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം, കുറച്ച് കമ്പോസ്റ്റും ഒക്കെ ഞാനങ്ങനെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് എവിടുന്ന് എങ്ങനെയെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ആ വളത്തെക്കുറിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് നിങ്ങൾ കണ്ടോ, ഇതൊരു ഡ്രമ്മാണ്. ഈ ഡ്രമ്മിനകത്താണ് ഞാൻ എൻ്റെ വളം ഉണ്ടാക്കുന്നത്. ഒരു 3 മാസം ആകുമ്പോഴത്തേനും നമുക്ക് ഈ വളം എടുക്കാൻ പറ്റും. ഇതുകൊണ്ടോ, ഈ വളമാണ്. അതായത് ഇതിനകത്ത് നമ്മുടെ കൈ കിട്ടുന്ന എല്ലാ സാധനങ്ങളും, കരിയില, ഇതെല്ലാം നമ്മൾ ഇതിനകത്തിട്ട് നിറയ്ക്കുക. അങ്ങനെ ഇടുമ്പോൾ കുറേശ്ശെ ചാണകവെള്ളം അതിൻ്റെ മേലെ നമ്മൾ അത് തളിച്ചു കൊടുക്കത്തേ ഉള്ളൂ. അല്ലാതെ വേറെ ചാണകമൊന്നും വാരി ഇടുന്ന പരിപാടിയൊന്നും എനിക്കില്ല. ഇതിപ്പോൾ നിങ്ങൾക്കിപ്പം പശുവില്ല, കന്നുകാലി ഇല്ല, അപ്പോൾ ഇച്ചിരി പച്ചച്ചാണകം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നും വരികിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ മേലെ നമുക്ക് കുറേ കരിയില വാരിയിട്ടു. അതിൻ്റെ മേലെ നമുക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകൾ, പയറിൻ്റെ തൊലിയോ മാങ്ങായുടെ തൊലിയോ ചക്കയുടെ മടൽ, ചകിണി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഈ വളത്തിന് ഉപയോഗിക്കാം. ഒന്നുമില്ല, കടലാസ് വരെ നമുക്ക് ഈ വളത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആ കടലാസ് എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ലപോലെ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വേണം നമുക്ക് ഈ വളം നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൂട് പൊട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടയുള്ള, അല്ലെ ഒരു വിരിഞ്ഞതായാലും മതി. നമ്മൾ തൂരക്കളയുന്ന വലിയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ കാണില്ലേ, അതിനകത്ത് നമുക്കത് ഉപയോഗിക്കാം. ഒരടപ്പോട് വേണമെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അടപ്പില്ലെങ്കിൽ വല്ല ചാക്കോ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് അതിൻ്റെ മുകളിൽ കെട്ടി വെക്കാം, നിറഞ്ഞു കഴിഞ്ഞേച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊരു സംരംഭമാണ് ഞാനിവിടെ ചെയ്ത്. ഇത് നിറച്ചു, ഇതിങ്ങനെ അമുക്കി വെച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും. ഇത് അനക്കാനൊന്നും പറ്റത്തില്ല. ഇതുണ്ട്, ഒരു കിൻഡലിന് മേലെ പൊടിയുണ്ടത്. ഇത് നമുക്ക് ഇഷ്ടം പോലെ, എൻ്റെ ഇഷ്ടത്തിന് ഇപ്പോൾ എനിക്ക് ഈ ചെടികളുടെ എല്ലാം ചുവട്ടുകൂടെ ഇഷ്ടം പോലെ വാരിയിടാം. 10 പൈസ നമുക്ക് ചിലവില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്കിത് ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരു മൂട് പൊട്ടിയ ഒരു പാത്രം എടുക്കുക. മൂട് പൊട്ടിയതോ അല്ലെങ്കിൽ നമ്മൾ തുളച്ചെടുക്കുകയോ വേണം. അടപ്പമുള്ളതാണെങ്കിൽ ഉത്തമമാണ്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ പാത്രങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെയൊക്കെ വീടുകളിലുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു ലെയർ കരിയില, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, വെന്ത സാധനം ഇടരുത്. ചോറിടാം കേട്ടോ. ചോറ് വളരെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ്. ചോറിടാം. മറ്റ് സാധനങ്ങളിടരുത്. ഭയങ്കരമായിട്ട് പുഴു പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ദൂരേക്ക് മാറ്റി വെക്കുകയാണെങ്കിലും മണമൊക്കെ വരും. വെന്ത സാധനങ്ങളൊക്കെ ഇട്ടാൽ, അതേപോലെ ഇത് കൂട്ട് മീനിൻ്റെ തല, അത് കാര്യം ഇട്ടാൽ നല്ലതാണ്. അതിന് വേറെ മിശ്രിതമുണ്ട്. അത് മീൻ തല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാമായിട്ട് മണമൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു മിശ്രിതമുണ്ട്. അത് കടവഴിയൊക്കെ കിട്ടും, ഓൺലൈനായിട്ടൊക്കെ കിട്ടുന്നു. കടവഴിയൊന്നും ഇവിടെയൊന്നും അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ അതിന് ഒരു ചെറിയ 1 ഔൺസിൻ്റെ ഒരു കുപ്പിക്ക് തന്നെ ഭയങ്കര വില, 10,000 രൂപയൊക്കെ കൊടുക്കണം. അതാണ് ഞാൻ വാങ്ങിയില്ല. ഞാൻ ആ സാധനമൊക്കെ നമ്മുടെ തൈയുടെ ചോട്ടിക്കിടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഈ വെന്ത സാധനങ്ങളുടെ ബാക്കിയൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതിനരികിലൊക്കെ ഇച്ചിരി സ്ഥലമൊക്കെ ഉള്ളവർക്ക് എങ്ങനെയായാലും 1-2 തൈയൊക്കെ കാണും. അപ്പോൾ അതിൻ്റെ ചുവട് പയ്യെ മാന്തി വെച്ച് അതിൻ്റെ ചക്കയിലോട്ട് നമ്മൾ വെന്ത വേസ്റ്റുകളെല്ലാം നമുക്ക് അതിൻ്റെ ചുവട്ടിലിടാം. മീൻതലയൊക്കെ ആണെങ്കിലും അതിൻ്റെ ചുവട്ടിലിടാം. അതിൻ്റെ വെള്ളം
നമുക്ക് ചെടികളുടെ ചുവട്ടിൽ നീട്ടി നമുക്കങ്ങ് ഒഴിക്കാം. ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒഴിച്ച് കഴിഞ്ഞാൽ ആരും പിന്നെ നമ്മുടെ വീട്ടിലോട്ടൊന്നും വരത്തില്ലല്ലോ. അപ്പോൾ നമുക്കിതൊക്കെ ആ ചെടികളിലൊക്കെ കുറേശ്ശെ താഴെ വീഴാത്ത വിധത്തിൽ നമുക്ക് അങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വളം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുള്ള വിവരം നമുക്ക് ശ്രദ്ധിച്ച് നമുക്കിത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, അതിൽ നിന്ന് ഞാൻ ഒരു കൊട്ട ഇങ്ങെടുത്തു. ഇനിയിപ്പോൾ ഇത് ഞാൻ അടിച്ച് കൂട്ടിയിട്ടിരിക്കുക. ഇനി ഇതെടുത്തിട്ട് വേണം എനിക്ക് അതിനകത്തോട്ട് ഇത് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കൂടെ അങ്ങോട്ട് വാരിയിട്ട് നിറച്ച് അതായത് ചാണകപ്പൊടി ചാണകവെള്ളമൊക്കെ ഒഴിച്ച്, എനിക്ക് ചാണകവെള്ളമൊക്കെ അയൽവക്കത്തു നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ ചാണകമൊക്കെ കിട്ടും. ഞാനൊരു നാട്ടിൻപുറത്തുകാരിയാണേ, അതുകൊണ്ട് എനിക്ക് ചാണകത്തിന് ദാരിദ്ര്യമില്ല. അത് വേണ്ടത്തോളം എടുത്തുകൊണ്ട് പോരാ, എനിക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ചെയ്ത് വെക്കുന്നത് കൊണ്ടിട്ട് എനിക്ക് ഇഷ്ടംപോലെ ചെടികൾക്കെല്ലാം മാറ്റിയിടാനായിട്ട് ഇഷ്ടംപോലെ വളമുണ്ട് എനിക്ക്. മനസ്സിലായോ? അപ്പോൾ ഞാനിത് ചെയ്യുന്ന വിധം ഇനി ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എല്ലാ ചെടികൾക്കും നമുക്കിത് ഇട്ട് കൊടുക്കാം. അവരുടെ മേലെ വീണെന്നോർത്തോണ്ടോ അല്ലെങ്കിൽ അവരെ പിന്നെ ചെടികൾക്ക് പിന്നെ മുട്ടിയത് കൊണ്ടോ യാതൊരു കുഴപ്പവും ഈ ചെടി കൊണ്ടിട്ടില്ല. ഇത് നമുക്ക് പിന്നെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് കൂടുതലായിപ്പോയോ ഒരു കുഴപ്പവും നമ്മുടെ ചെടികൾക്ക് വരികയില്ല. ഇനി പച്ചക്കറിക്ക് ഇത് സൂപ്പറാണ്. കാരണം അത്ര പിന്നെ ഗുണം ചെയ്യുന്ന വളമാണ് ഇത്. ഈ ചാണകവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ചാണകവെള്ളം ഇല്ലാത്തവർ ഇപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചാണകവെള്ളം ഇല്ലാത്തവർ നമ്മൾ കുറേശ്ശെ ഈ പിന്നെ ആട്ടിൻകാഷ്ടോ ആടുള്ളവരോ അല്ലെങ്കിൽ ആ മുയലിനെ വളർത്തുന്നവരുണ്ട്, കോഴീനെ വളർത്തുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ പിടി ഇങ്ങ് വാരിയെടുത്ത് പതുക്കെ വെള്ളത്തിലിട്ട് കലക്കി ഇതിൻ്റെ മേലെ നമുക്ക് ഒഴിച്ചാൽ മതി. ഈ ചാണകപ്പൊടിയുടെയൊക്കെ അല്ല പിന്നെ ചാണകവെള്ളം ഇല്ലെന്ന് വരികില്ലേ, ഇത് നമ്മുടെ പച്ചക്കറിയാണ്. ഇത് നമ്മുടെ പച്ചക്കറി നട്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ചുവട്ടുകൂടെ നമുക്ക് ഈ വളം നമുക്ക് കുറേശ്ശെ വാരിയിടാം. കാരണം ഇതിൻ്റെ ചുവട്ടിലേക്ക് എങ്ങിട്ട് കൊടുത്തേച്ച് ചേച്ചി വെള്ളവും കൂടെ തളിച്ച് കൊടുത്താൽ മാത്രം മതി. അവർ നല്ല ഉഷാറായിട്ട് കയറി വന്നോളൂ. നമ്മൾ ചാണകപ്പൊടിക്ക് ഈ ഇതിടുമ്പം കരികില ഇത് തന്നെ നമ്മൾ പിന്നെ ഇടുമല്ലോ. അപ്പോൾ ചാണകവെള്ളം ഇല്ലെന്ന് വരികിൽ പച്ചവെള്ളം തളിച്ച് ഇതിനെ തണുപ്പിച്ച് വേണം, നനച്ച് വേണം അതിനകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ട്. നമുക്ക് ചാണകപ്പൊടി ഇല്ല എന്ന് വരികിൽ അപ്പോൾ നമ്മൾ ഇച്ചിരി കഞ്ഞിവെള്ളമൊക്കെ തളിച്ച് കൊടുത്തേച്ചാൽ മതി. ചാണകവെള്ളം തന്നെ വേണമെന്ന് നിർബന്ധമില്ല. കാരണം ഇത് കമ്പോസ്റ്റ് വളമെന്ന് പേര് പറയുമ്പോൾ നമുക്കിതിന് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് ഒഴിച്ചുകൂടെ കൊടുത്താൽ മാത്രമേ നമുക്കിതിന് 100 ഇരട്ടി വളം നമുക്കിതിനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. കരിയിലയാകുമ്പോൾ കരിയില മാത്രം ഇട്ട് കഴിഞ്ഞാൽ കരിയില പൊടി അങ്ങനെ ഒരു ഇതേ വരുവുള്ള. ഇതങ്ങനെയല്ല. ഇത് നമുക്ക് നല്ലതുപോലെ കഞ്ഞിവെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ഈ ഓരോ ട്രിപ്പ് ഇട്ടേച്ചിട്ട് അങ്ങ് ഒഴിക്കുക. ഞാൻ പറഞ്ഞ കോഴിയുടെ കാഷ്ടമോ അല്ലൊന്നും ഒരിക്കൽ പിന്നെ ഇത് കൂട്ട് നമ്മുടെ മുയൽ ഒക്കെ നമ്മൾ ആരെങ്കിലുമൊക്കെ വളർത്തുന്നവർ കാണില്ലേ, അവരൊക്കെ അതൊക്കെ കഴിക്കാം. നല്ല കൊഴുത്ത കഞ്ഞിവെള്ളം ഇതിൻ്റെ മേലെ തളിക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കുന്ന വിധം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാവേ. അത് ഒന്നുകൂടി ഒന്ന് മെയിൻറ്റെയിൻസ് ഇതാക്കാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാ ചെടികൾക്കും നമുക്കിത് നല്ല സൂപ്പർ വളമാണ്. എല്ലാവരും ഇത് ചെയ്ത് ഇതാക്കണം. നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ വേസ്റ്റ് സാധനങ്ങൾ കരിയില എല്ലാം ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് വളം ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുറ്റത്തുള്ള പൈസ മുടക്കില്ലാത്ത വളം ചെയ്തു കൊടുക്കുക. അപ്പം നമുക്ക് ഇഷ്ടംപോലെ കായകനികളുണ്ടാകും. നമുക്ക് ഒത്തിരി വിൽപ്പനയ്ക്കൊന്നും വേണ്ടല്ലോ. വിൽപ്പനയ്ക്കല്ലല്ലോ വിൽപ്പന ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നത് ഇതിനകത്ത് നിറച്ചും രാസവളങ്ങളൊക്കെ ചേർത്താൽ. ഇത് നമുക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നവർ ഇതിനകത്ത് രാസവളമൊന്നും ഉപയോഗിക്കത്തില്ല. കാരണം അത് മതിയല്ലോ. അവർ ചെയ്യുന്നതാണ്, എന്നെപ്പോലെയുള്ളവരൊക്കെ ചെയ്യുന്നതാണ് ഈ വളം ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. അതും അതിൻ്റെ ചുവട്ടിലേക്ക് നല്ലതുപോലെ അങ്ങോട്ട് എല്ലാത്തിൻ്റെയും ചുവട്ടിൽ കൂടെ ഇട്ടിട്ട് ഞാൻ കുറേശ്ശെ വെള്ളവും കൂടി അങ്ങ് ഒഴിച്ച് കൊടുത്തു. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ ഇല പൊടിച്ച് ഈ വളം നമ്മൾ സ്വന്തം ഉണ്ടാക്കിയ ഈ വളം ഉണ്ടല്ലോ,
ഈ വളം നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ചിച്ച മണ്ണൂടെ അതിൻ്റെ മേലെ ഇടവാണെന്ന് ഒരിക്കലുണ്ടല്ലോ. ഇത് ഞാനൊന്നും ചെയ്തില്ല, ഇതിപ്പോൾ അതങ്ങ് തുറന്നില്ല. ഇത് ചുവട് പൊട്ടിച്ചേച്ചിട്ട് ഇത് ഇടുവാണെങ്കിൽ കുറച്ചുകൂടി ഇത് കുഴപ്പമൊന്നുമില്ല. വെള്ളം ഒഴിക്കുന്ന കഥയിലാണേ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം നമുക്ക് വെള്ളം ഒഴിക്കാൻ സൗകര്യം കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അസൗകര്യം ഉണ്ടായെന്ന് വരികിൽ ഒന്നും പേടിക്കാനില്ല. ഇവർ നല്ല തണുപ്പാണ്. ഒരു ദിവസത്തേക്ക് ഈ ചൂട് വെയിലത്ത് ഒരു ദിവസമൊക്കെ ഫുള്ളായിട്ട് അവർ അനങ്ങാതെ ഇരുന്നോളും. ഇനിയിപ്പം വെള്ളം ഒഴിച്ച് നാളെ ഇപ്പോൾ ഒഴിക്കാൻ പറ്റിയില്ലെന്ന് വരികിൽ പേടിക്കാനൊന്നുമില്ല. അവർ സുഖമായി ഇതിൽ നിന്നും വെള്ളം വലിച്ചെടുത്തിരുന്നോളും. പിറ്റേ ദിവസം ഒഴിച്ച് കൊടുത്താൽ മതി. മണ്ണിലാണെന്ന് വരികിൽ ഒരാഴ്ചയെങ്കിലും ഇവർ ഈ പൊടിയോടുകൂടി അവരിരുന്നോളും, ഒരു കുഴപ്പമില്ല. നല്ല സൂപ്പർ വളമാണ്. ഇനി ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് ഞാനോട് ഉണ്ടാക്കുന്ന വിധം ഞാൻ നിങ്ങളെ പറഞ്ഞു തരാം. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കുന്നിഞ്ഞ് കയറി വന്നപ്പോൾ ഒരു ശ്വാസം മുട്ടൽ. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുറേ നമ്മുടെ മുറ്റമൊക്കെ അടിക്കില്ലേ, ആ മുറ്റമൊക്കെ അടിക്കുമ്പോൾ ആ കരിയില നമുക്ക് വാരിയെടുക്കാം. അങ്ങനെ നമ്മളൊരു ഡ്രമ്മോ വലിയ പാത്രം ഉണ്ടെങ്കിൽ ഇതിപ്പോൾ അടി തുരുമ്പ് പിടിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് പേടിക്കേണ്ട. കാരണം ഇതിനകത്ത് വെള്ളമുണ്ട്. അപ്പം എങ്ങനെയായി കുറേ വെള്ളം വരും. ആ വെള്ളം ഇതിൻ്റെ അടിവഴി ഊർന്നു പൊക്കോളും. അതൊരു അടുപ്പകല് പോലെ ഒരു 3 കല്ലേലോട്ട് ആ ഡ്രമ്മങ്ങ് വെച്ച് വെച്ചിട്ട് അതിൻ്റെ അടിയിലൊരു പാത്രവും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് വീഴുന്ന വെള്ളം ഒത്തിരി ഗുണം ചെയ്യുന്നതാണ്. ഒരു 3 നല്ല കൊഴുത്തിരിക്കും. ഒരു 3 വെള്ളവും കൂടെ ചേർത്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ അടിപൊളി വളമാണത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ചട്ടി വെക്കുന്നത് പാത്രം വെക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. ഒരു 3 ആ കല്ലെടുത്തുകൊണ്ട് വെച്ച് അതിൻ്റെ മേലെ ഇത് വയ്ക്കുക. എന്നിട്ട് അടിയിൽ ആകണമെന്ന് നിർബന്ധമുണ്ട്, ഓട്ടയുള്ളതാകണം. ഇപ്പോൾ ബക്കറ്റ് നമ്മളൊരു വലിയ ബക്കറ്റ്, ഇപ്പോൾ വലിയ ബക്കറ്റുകളൊക്കെ കിട്ടുകയല്ലേ. ഇനി ആ ബക്കറ്റാണെന്ന് വരികിൽ അതിൻ്റെ അടിയിൽ നമുക്ക് ഓട്ടയിടണം. ഓട്ടയിട്ടിട്ട് വേണം നമുക്ക് ആ ബക്കറ്റ് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് നമ്മൾ ഇങ്ങനെ ഒരു ലെയർ കരികില, വേസ്റ്റ് എന്താണെന്നോ അതിങ്ങനെ ഒരു ലെയർ ഇട്ടേച്ച് അതിൻ്റെ മേലെ കഞ്ഞിവെള്ളമോ അല്ലെന്നൊരു മീൻ കഴുകി അടിയിലോട്ടൊക്കെ ആകുമ്പോൾ ഇച്ചിരി മീൻ കഴുകിയ വെള്ളമൊക്കെ അതിനകത്ത് ഒഴിച്ച് നിർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മേലെയൊക്കെ വന്ന് നന്നായിട്ട് ഫിറ്റായിട്ട് അടച്ച് വെച്ചാൽ മതി. അങ്ങനെയുള്ള വെന്ത സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ വലിയ പുഴു വരും. പിന്നെ നമുക്കത് അറപ്പായിത്തീരും. അതിന് വേറെ ഇതാണ് സർക്കാർ തരുന്നുണ്ട് നമുക്ക് ഒരു വലിയ സിമെൻറ്റ് ചട്ടി പോലെ ഒരു സാധനം. അതിനകത്തിട്ടാൽ നമുക്ക് ആ പുഴുവിനെ ഒന്നും കാണണ്ട. ഇതങ്ങനെയൊന്നുമല്ല. ഇത് നമുക്ക് കൈകൊണ്ട് അരിയെടുക്കാൻ നല്ല പൊട്ടിയായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും വാഴയ്ക്ക പൊളിച്ച പഴത്തിൻ്റെ തൊലിയോ വാഴയ്ക്ക അരിഞ്ഞ തൊലിയോ അങ്ങനെയുള്ള തൊലികളോ നമ്മൾ അടുക്കളയിൽ പെരുമാറുന്ന എന്ത് സാധനമാണോ അതിൻ്റെ എല്ലാ വേസ്റ്റുകൾ പച്ചയായിട്ടുള്ളത് നമുക്ക് ഇതിനകത്തിടാം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മളിങ്ങനെ ഒന്നെങ്കിൽ കാട വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിട്ട എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കഴുകി ചാലിച്ച് ഇതിനകത്തൊഴിക്കാം. അല്ലാതെ ചാണകമാണെന്ന് വരികിൽ അത് കുറച്ച് കഴിക്കാം. അങ്ങനെ ഒഴിച്ചൊഴിച്ച് നിറച്ച് ഇത് വെക്കുക. ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും നിറയ്ക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരു 3-4 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട്, 2 ആഴ്ച കൊണ്ട് നിറച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ മണം അടിക്കുമ്പോൾ അതിനകത്ത് എങ്ങനെയായാലും നമുക്കൊരു സ്മെല്ല് വരും. അപ്പോൾ അത് അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത് വേഗം അങ്ങോട്ട് ആക്കുവാണെങ്കിൽ നല്ലതാണ്. കരികില ഇഷ്ടം പോലെ കരികിലയുണ്ടല്ലോ, അത് വാരിയിടാം. അങ്ങനെ വാരിയിട്ട് ആ പാത്രം നിറച്ച് അമുക്കി അതിൻ്റെ മേലെ വെള്ളം ഒഴിച്ച് ചാണകമോ എന്തെങ്കിലും വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂട്ടി ഞാൻ പറഞ്ഞല്ലോ, കഞ്ഞിവെള്ളമോ അങ്ങനെ എന്തെങ്കിലും. ഇനിയിപ്പോൾ കപ്പ തികത്തി ഊറ്റിയ വെള്ളമാണെന്ന് വെച്ചാൽ അത് ആറിച്ച് അതതിൻ്റെ മേലെ ഒഴിക്കും. ചൂടുവെള്ളമൊന്നും ഒഴിച്ചേക്കരുത്, അത് ഗുണമില്ല. അപ്പോൾ അങ്ങനെ ഒഴിച്ച് അത് അമുക്കി ഇങ്ങനെ താത്തി അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേനും ഈ സാധനം അങ്ങോട്ട് അമിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ പോയി നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറേ കൂടെ വാരിയിടാം. അങ്ങനെ വാരിയിട്ട് ഇതിങ്ങനെ നിറച്ചുകൊണ്ടേയിരിക്കണം. അന്നേരം ഇങ്ങനെ വാരിയിട്ടേച്ചാൽ അതിൻ്റെ മേലെ ഇങ്ങനെ ഈ എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഇത് മൂടി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ അവസാനം ഇത് വാരിയിട്ട് നിറച്ച് അമുക്കി ഇങ്ങനെ നമ്മൾ വെച്ച് അടച്ചേച്ചിട്ട് നമ്മൾ പോയി ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നിറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നൊരിക്കൽ അത് നിറഞ്ഞു, അത് പൂർത്തിയായി എന്നുള്ളതാണ്. അല്ലെന്നും എനിക്ക് താന്നു പോയാൽ നമുക്ക് പിന്നെയും വാരിയിട്ട് നിറയ്ക്കാം. അങ്ങനെ
നിറച്ച് കഴിഞ്ഞിട്ട് ഇത് കരിയിൽ ഒരു 2-3 ദിവസമെങ്കിലും ഇരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ഇതിനകത്തേത് താന്നു പോകുള്ളൂ. അല്ലെങ്കിൽ അത് ചിലപ്പം നാളെ ഇപ്പോൾ ഇന്ന് വാരി അങ്ങിട്ട് നാളെ വന്ന് നോക്കിയാൽ ചിലപ്പോൾ താന്നു പോകണമെന്നില്ല. 2-3 ദിവസം കഴിയണം. അങ്ങനെ ഒരു 10-15 ദിവസം കൊണ്ട് വേണം ഇത് നമ്മൾ നിറച്ച് വെക്കാം. അല്ലെങ്കിൽ നമുക്കിത് പൊടിയായിട്ട് വരുമ്പോൾ കുറച്ചേ കിട്ടുള്ളൂ. ഇതിപ്പോൾ ആ ഡ്രമ്മിനകത്ത് അങ്ങനെ അമുക്കി അവസാനം അത് താഴുന്നില്ല എന്ന് കണ്ട കഴിഞ്ഞപ്പോൾ ഞാനത് അതിൻ്റെ അടപ്പം വെച്ചടച്ച് ചാക്ക് മൂടി അങ്ങനെ ഞാനങ്ങ് വെച്ചേക്കും ഇത്. എന്നിട്ടൊരു 3 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ സാധനം എടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാനിതൊരു 6 മാസമായി. അപ്പോൾ നമുക്ക് ഒട്ടും ഇലയുണ്ടാവില്ല. ഇത് കണ്ടോ, എങ്കിൽ ചിലപ്പോൾ ചിലതൊക്കെ കുറച്ചൊക്കെ അതും ഇതുമൊക്കെ കാണും. 6 മാസമാണെന്നും അരികിൽ നല്ലതുപോലെ പൊടിഞ്ഞ് ഇതുപോലെ നമുക്ക് കിട്ടും. ഇതുപോലെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഇഷ്ടം പോലെ നമുക്ക് നമ്മുടെ ചെടികളുടെയൊക്കെ ചുവട്ടിക്കൂടെയൊക്കെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ല സൂപ്പർ വളമാണ്. ഇത് നിങ്ങൾ കാണുകയും ചെയ്ത് പിള്ളേരെ. ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് വേസ്റ്റ് പോകുന്ന സാധനങ്ങൾ നമുക്കിങ്ങനെ അങ്ങനെ ഇട്ടിട്ട് ഒരു 3 മാസം കഴിയുമ്പോൾ നമുക്കെടുക്കാം. ഇനി 3 മാസമല്ല, അത് 6 മാസമായാലും കുഴപ്പമില്ല. കാരണം 6 മാസമായ പൊടിയാണ് ഇത്. ഇതിന് ഒരു കേടും വന്നില്ല. അങ്ങനെ ഒരു കേട് വരുന്ന ഒരു പ്രശ്നം ഇതിനകത്തില്ല. ഇങ്ങേറ്റ് ഇതിനകത്ത് ചക്ക മടൽ, വേസ്റ്റായിട്ടുള്ള ചക്കക്കുരു, ഇങ്ങനെയുള്ള എല്ലാ സാധനവും ഞാനിട്ടത്. അപ്പോൾ അതൊന്നും ഇതിനകത്ത് ഇല്ല. ഇത് വെറും ചാണകത്തിൻ്റെ പൊടി പോലെയാണ് ഇപ്പോൾ ഇത് ഇരിക്കുന്നത്. ചാണകം അല്ലെങ്കിൽ നല്ല സൂപ്പർ വളമായിട്ടാണിത് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. സൂപ്പർ വളമാണ്. നമുക്ക് ഇത് ഇനി ഇത് ഉണങ്ങി ചാക്കിനകത്ത് വേണമെങ്കിൽ നമുക്കിത് കെട്ടിവെക്കാം. ഇത് ഇനിയിപ്പോൾ നമ്മളിത് കുടഞ്ഞിട്ട് അത് എനിക്ക് അനക്കാൻ പോലും പറ്റിയല്ല ട്രിമ്മ്. അതിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ കോരിയെടുത്ത് എല്ലാ ചട്ടി വഴി ഇട്ടിട്ട് അവസാനം മറിച്ചിട്ടിട്ട് വേണം അത് പുതിയത് നമുക്ക് എനിക്കിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഇത്ര ഭംഗിയായിട്ട് ഈ സാധനം ആക്കുക. നമ്മുടെ ചെടികളൊക്കെ നല്ല ആരോഗ്യത്തോടെ വരും. നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ചേച്ചിയുടെ ചെടിയെല്ലാം എന്ത് ആരോഗ്യത്തോടെ. ഞാനിതൊക്കെ ഇടുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക. സൂപ്പർ വളമാണ്. ഒരു സാധനവും വേസ്റ്റാക്കാനില്ല. നമുക്ക് കടയിൽ പോയിട്ട് ഇനി നല്ല ചെടിയുണ്ടെന്ന് 2 മേടിച്ചു കൊണ്ടുവന്ന് പുതിയ ചട്ടിയിലേക്ക് ആക്കുമ്പോൾ ഈ സാധനം നമ്മളങ്ങ് വാരിയിട്ട് വെച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ ഇനിയിപ്പോൾ അതിനകത്തോട്ട് ഇനി ചാണകപ്പൊടി മേടിക്കാനോ അല്ലെങ്കിൽ എല്ലുപൊടി പോലും ആവശ്യമില്ല എന്ന് വേണേൽ ഞാൻ പറയും. പിന്നെ അതല്ലെന്നൊരു തളുത്ത് നല്ലതുപോലെ ആയി കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി എല്ലുപൊടിയും ഇച്ചിരി ചാണകപ്പൊടിയും കൂടെ തിരുമി ഇങ്ങനെ നമ്മളതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വെതറിയങ്ങ് ഇട്ട് കൊടുക്കുകയും ചെയ്താൽ മതി. ഇത് സൂപ്പർ വളമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അതിമനോഹരമായി ഈ വളം എല്ലാവരും ട്രൈ ചെയ്ത് ഉപയോഗിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് നിർബന്ധമായിട്ട് ഞാൻ പറയുന്നത്. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്ത് മേടിച്ചാണല്ലോ എന്നുള്ള പേടി വേണ്ടല്ലോ. നമുക്ക് ഇച്ചിരി ഏറെ അതിൻ്റെ ചുവട്ടിലോട്ട് വാരിയിടാം, ഒരു കുഴപ്പമില്ല. നല്ല സൂപ്പറായിട്ട് നിന്നോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ടൊന്നും ഒരിക്കലേ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തേരോ കേട്ടോ. ഒരു കമൻസും ഒക്കെ തന്നേരോ കേട്ടോ. എനിക്ക് കമൻസ് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ എന്തുണ്ടെന്ന രീതിയിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പരിഹരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്ത് കമൻസ് ഇടുക. എനിക്കതാണ് അറിയേണ്ടത്. കാരണം നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒരു കമൻറ്റ് ചെയ്യുകയും ഇത് ഫുള്ളായിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റാണ് ഇതെങ്ങനെയാണ് ഈ വളം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, എന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഒത്തിരി